കണ്ണൂർ ചക്കരക്കല്ലിൽ സ്ഫോടനം. 2 ഐസ്ക്രീം ബോംബുകൾ പൊട്ടിത്തെറിച്ചു. CPIM BJP സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണിത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ചക്കരക്കൽ ബാവോട് 2 ഐസ്ക്രീം ബോംബുകൾ റോഡിൽ പൊട്ടിത്തെറിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയും അവിടെ ചക്കരക്കല്ലിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷവും തർക്കവും നിലനിന്നിരുന്നു. ഇരു വിഭാഗങ്ങൾ തമ്മിലടിച്ചിരുന്നു. അത് ഒരു വിഭാഗം CPIM അനുഭാവികളും മറുവിഭാഗം BJP അനുഭാവികളുമാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ രാത്രിയും പുലർച്ചെയും ഒക്കെ പോലീസ് പട്രോളിംഗ് നടത്തിയിരുന്നു. പോലീസിന്റെ പട്രോളിംഗ് വാഹനം ബാവോട് വഴി കടന്നു പോകുമ്പോൾ പോലീസ് വാഹനത്തിന് ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെ വെച്ചാണ് റോഡ് അരികിലേക്ക് ഐസ്ക്രീം ബോംബ് എറിഞ്ഞ് പൊട്ടിച്ചത്. ആരാണ് ഈ ബോംബ് എറിഞ്ഞത് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പട്രോളിംഗ് വാഹനത്തിന്റെ സമീപത്ത് തന്നെ വെച്ചാണ് ബോംബ് പൊട്ടിത്തെറിച്ചത്. പിന്നാലെ ഇപ്പോൾ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി പരിശോധന നടത്തുകയും ആരാണ് ഈ ബോംബ് എറിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും അത്തരം നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല. പോലീസ് വാഹനം റോഡിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ട് തന്നെയാണ് ഈ ബോംബ് എറിഞ്ഞ് പൊട്ടിച്ചത് എന്താണ്. പ്രത്യേകിച്ച് മറ്റ് അപകടങ്ങളൊന്നുമില്ല, ആർക്കും പരിക്കില്ല, എന്തെങ്കിലും സംഭവവികാസങ്ങളില്ല. വലിയ ഉഗ്രശേഷിയുള്ള ബോംബുകളൊന്നുമല്ല, ചെറിയ തോതിലുള്ള സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ആസൂത്രിതമായി ബോംബ് റോഡിലേക്ക് എറിയുകയായിരുന്നു, ഭീതി വിതയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒപ്പം പോലീസ് വാഹനം കടന്നു പോകുന്നത് കണ്ടതിന് ശേഷം തന്നെയാണ് ബോംബ് എറിഞ്ഞതും എന്നതും വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഇതിന്മേൽ പോലീസ് അന്വേഷണം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ചക്കരക്കൽ പോലീസ് അറിയിക്കുന്നത്.